ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അതായത് ഈ പ്ലാന്റ് ഉണ്ടല്ലോ, സിസി പ്ലാന്റ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചെറിയൊരു സ്റ്റെമ്മും 3-4 ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് അതിനെ നോക്കിയിട്ട് ഇത്ര അധികം ഇലകളും അതുപോലെ സ്റ്റെമ്മും അതിൻ്റെ താഴേന്ന് പറയുമ്പോൾ നിറച്ച് അതിൻ്റെ കിളിർത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തിങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിത് വേറൊരു പോട്ടിലേക്ക് പറിച്ച് നടണമെന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്കില്ല. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, ഇതിൻ്റെ ലീഫ് എടുത്തിട്ട് നീ വേറൊരു ചട്ടിയിൽ വെച്ച് നോക്ക്, അപ്പം അത് പിടിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ഞാൻ 2 മാസം മുന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇല എടുത്തിട്ട് ഞാനിങ്ങനെ വെച്ചപ്പോൾ അതേ ഇന്നലെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വേരുകളൊക്കെ വന്നിട്ട് ഒരു 2 മാസം എന്തായാലും എടുത്തിട്ടുണ്ട്, അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടാവും. വേരുകളൊക്കെ വന്ന് പിടിച്ച് വന്നിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ നമുക്ക് ഇതാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ആണല്ലോ, അപ്പോൾ ഹോം ഡെക്കോറായിട്ട് നമുക്ക് എല്ലായിടത്തും വെക്കാനും നല്ല നല്ല ചെടിച്ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിനധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല, നമുക്ക് നാട്ടിൽ പോവുകയാണെങ്കിലും പ്രത്യേകിച്ച് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് വന്നിട്ടില്ല ഈ പ്ലാന്റ് കേട്ടോ. അപ്പോൾ 2-3 വർഷമായല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക്. അപ്പോൾ ഇനി നമുക്ക് കുറേ അധികം സിസി പ്ലാന്റുകൾ നിന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ വെക്കുക, അത് ഉണ്ടാവുക, നമ്മൾ തന്നെ നോക്കിയിട്ട് ഇത് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതായിരുന്നു കേട്ടോ ഒരു സന്തോഷം. അങ്ങനെ ഇതേ വീക്കെൻഡിൽ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കിട്ടിയൊരു സന്തോഷമാണ് കേട്ടോ ഞാനത് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോള് കുറേ ദിവസമായി കൊഴുക്കട്ട വേണമെന്ന് പറയണത്. മോൾക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി. ഹസ്ബൻഡിനാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ചും ഡിന്നറൊക്കെ റെഡി ആക്കണമല്ലോ. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് 4-5 മാസം കൂടുമ്പോഴാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. ഞങ്ങൾക്ക് ബാംഗ്ലൂർ ബീഫ് എന്ന് അങ്ങനെ പറയാറില്ല. മോളൊക്കെ ചെറുപ്പത്തിൽ തീരെ ഞങ്ങൾ പ്രൊനൗൺസ് ചെയ്യില്ല. കാരണം ഇത് സ്കൂളിലൊക്കെ പോയിട്ട് ഒരു പുതിയ വീടുകൾ കിട്ടുമ്പോൾ ഒരു സ്കൂൾ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുമല്ലോ. ഇവിടെ ഇത് അങ്ങനെ പബ്ലിക്കായിട്ടുള്ള പ്ലേസിൽ വിൽക്കുകയൊന്നുമില്ല. നമുക്ക് ഉള്ളിലോട്ട് പോയിട്ടും അതിൻ്റെ മാർക്കറ്റ് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് മാത്രമേ ഇത് മേടിക്കാനൊക്കെ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ മലയാളി ഫാമിലികളൊക്കെ കാണുമ്പോൾ കേരള സ്റ്റോറിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ചോദിക്കും, ഈ ഒരു ബീഫ് എവിടെയാണ് കിട്ടുന്നത്, നല്ല സ്ഥലത്ത് എവിടെയാണ് കിട്ടുന്നത്, ഫ്രഷായിട്ട് എവിടെ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ച് അറിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഫ്ലാറ്റ് എടുത്തിരിക്കുന്ന അവിടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റേതായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, പ്രത്യേകമായിട്ട് ഇതിന് മാത്രമായിട്ടുള്ളത്, ഉള്ളേരിയോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫ്രഷായിട്ടുള്ള വാങ്ങിക്കാം. അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. എന്നാലും അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ ഒരു 4 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാറില്ല. നാട്ടിൽ വരുമ്പോൾ പക്ഷേ നന്നായി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ബീഫൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കത് മൊത്തമായിട്ട് ഇതൊരു 1.25 കിലോനുണ്ട്. അപ്പോൾ അത് മൊത്തമായിട്ട് ഞാൻ വേവിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസാലയും ഗരം മസാലയും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാല ചൂടാക്കണമെന്നില്ല. മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ മീറ്റ് മസാലയും നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അത് ചേർത്തു. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും കേട്ടോ. എന്നിട്ടാണ് ഇത് ഞാൻ 2-3 പാത്രത്തിലാക്കി വെക്കും. കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈയോ അതുപോലെ ഗ്രേവിയോ റോസ്റ്റോ ഒക്കെ ആക്കിയിട്ട് കേട്ടോ. ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഈ കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് മസാലയൊക്കെ എരിവൊക്കെ പിടിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ പരട്ടി കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിക്കാം. ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് വേവിച്ചെടുത്തതിന് ഞാനൊരു 2 ഭാഗമാക്കി കേട്ടോ. ഒരു ഭാഗം കായ ഇട്ടിട്ട് വെക്കണം എന്ന് പറഞ്ഞു ഹസ്ബൻഡ്. ഭയങ്കര ഇഷ്ടമാണ് കായൊക്കെ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഒരു ഭാഗം ഞാൻ കായ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫും കായും റോസ്റ്റാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബീഫ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത അന്വേഷണം നേന്ത്രക്കായാണ് കേട്ടോ. പച്ച നേന്ത്രക്കായ ബുദ്ധിമുട്ടാണ്. ഇവിടെ കേരള സ്റ്റോറിലായാലും എപ്പോഴും അവൈലബിൾ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ പക്ഷേ എന്തായാലും എവിടെ നിന്നായാലും പച്ചക്കായ ഞങ്ങൾ മേടിക്കും കേട്ടോ ബീഫ് മേടിക്കുമ്പോൾ. അപ്പോൾ ഇന്നലെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആൾ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ ഇന്ന് ഞാനത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കായ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ വേറെ സെപ്പറേറ്റ് വേവിച്ചെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ബീഫും കായും ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ഒരുമിച്ച് ബീഫ് വേവിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് വേവിച്ചാലും മതി. ഞാനിതിപ്പോൾ സെപ്പറേറ്റ് ആക്കി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ കായ ഞാൻ സെപ്പറേറ്റ് വേവിച്ചത്. അപ്പോൾ അത് 2ഉം മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട്. പിന്നെ അതേ മസാല ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി പച്ചമുളകും ഉള്ളിയും
അതുപോലെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരുപാട് മസാലകൾ ഞാൻ ചേർക്കുന്നില്ല. ഞാൻ ആദ്യം തന്നെ ഒരുപാട് മസാലകൾ ചേർത്തിട്ടാണ് വേവിച്ചത്. എന്നാലും ഇതിന് കളറിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി പൗഡറും കുരുമുളക് പൊടിയും മീറ്റ് മസാലയും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ അതൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് മസാലക്കുത്ത് വരണ്ടെന്ന് കരുതിയിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി മുരിഞ്ഞ ശേഷം പൊടികളൊക്കെ മുരിഞ്ഞ ശേഷമാണ് വേവിച്ച് വെച്ച കായയും ബീഫും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് 4-5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തത്. ഈ ബീഫിൽ കായയും അതുപോലെ കൂർക്കയൊക്കെ ഇട്ട് വെക്കുന്നത് കൂടുതലും ക്രിസ്ത്യൻസാണ് അവരുടെ പെരുന്നാളിനൊക്കെ ആയിട്ട് വെക്കുന്നത് കേട്ടോ. പക്ഷേ ഹസ്ബൻഡ് ഈ ചെറുപ്പകാലത്തൊക്കെ കൂടുതലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടുതലും ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പോയി കഴിച്ച് ശീലമായതുകൊണ്ട് ആവാം ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരും കേട്ടോ. ബീഫ് കായ, ബീഫ് കൂർക്ക. ഞാനിങ്ങനെ ഒരു കോമ്പിനേഷൻ കല്യാണം കഴിയുന്നവരെ കഴിച്ചിട്ടില്ല. അമ്മ കൂടുതലും വെജിറ്റബിൾസ് ഒന്നും ഇടാണ്ടാണ് റോസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയതും വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളും കഴിച്ചു, നമുക്കും നല്ലതാണെന്ന് തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടം ബീഫും പഴംപൊരിയും കൂടി കഴിക്കാനാട്ടോ. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ദേപുട്ടിൽ കയറിയിട്ട് പഴംപൊരിയും ബീഫ് റോസ്റ്റും കഴിച്ചിട്ടോ. അന്ന് തൊട്ട് ഞാൻ ഭയങ്കര ഒരു ഫാനാണ് അതിൻ്റെ കേട്ടോ. ഒരു ഇളം മധുരമുള്ള പഴവും അതുപോലെ ബീഫ് റോസ്റ്റും നല്ല ടേസ്റ്റ്. അങ്ങനെ ഇത് ബീഫ് വിത്ത് കായ റോസ്റ്റ് റെഡി ആയിട്ട് കേട്ടോ. മല്ലിയില ഇടണം എന്നുള്ളവർക്ക് ഇടാം കേട്ടോ. ഞാനിപ്പോൾ കായൊക്കെ ഇട്ടിട്ട് നാടൻ സ്റ്റൈൽ വെച്ചത് കൊണ്ട് മല്ലിയില ഇടുന്നില്ല. കറിവേപ്പിലിടാം, പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ അതൊന്നും ഒഴിക്കുന്നില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് നല്ലോണം വെളിച്ചെണ്ണയിലാണല്ലോ മുരിച്ചെടുത്തൊക്കെ. അപ്പോൾ ഒരു ഐറ്റം റെഡിയായി. ഇനി ഒരു പകുതി ബീഫും കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ റോസ്റ്റ് പോലെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ബീഫ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പകുതിയാണ് കേട്ടോ എടുത്തത്. പകുതി നമ്മൾ റോസ്റ്റ് ആക്കി, ഇനി പകുതി നമുക്ക് ബീഫ് ഫ്രൈ ആക്കാം. അപ്പോൾ അതേ ഞാൻ ഉള്ളിയൊക്കെ ഓൾറെഡി മൊരിച്ച് തുടങ്ങി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി, അതുപോലെ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ചേർത്തിട്ട് പിന്നെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇടാണ് നല്ലത്. ഞാനിപ്പോൾ തേങ്ങാക്കൊത്തൊന്നും എടുക്കുന്നില്ല, അതിനുള്ള സമയമൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്ന നേരത്താണ് ഈ പരിപാടിക്കൊക്കെ നിൽക്കണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ക്ഷമയുണ്ടായിരുന്നില്ല തേങ്ങാക്കൊത്തൊക്കെ ഇടാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ മസ്റ്റായിട്ട് ഇടേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാനിപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് കുറച്ചൊക്കെ ഐറ്റംസ് എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി അവസാനം ഇത്രയും ആക്കിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ബീഫ് ഫ്രൈയും റെഡി ആയി കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കുരുമുളകും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയി നല്ല സന്തോഷമുണ്ടായിരുന്നു, സുഖമായിരുന്നു. പിന്നെ നമ്മൾ യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നാട്ടിലേക്കും തിരിച്ചും പോകാൻ പറ്റാത്തതിൻ്റെ കുറേയധികം വിഷമങ്ങളുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ എൻ്റെ സിസ്റ്ററും കൂടെ ഉണ്ടാവേണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് വരാൻ പറ്റിയില്ല, ടിക്കറ്റൊക്കെ ക്യാൻസലായി. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കും അതിന് ചെറുതായിട്ടൊക്കെ എഫക്റ്റും ഗ്യാസിൻ്റെയൊക്കെ കുറവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ യുദ്ധമൊക്കെ അവസാനിച്ച് വേൾഡ് പഴയ പോലെ ആവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വൈകുന്നേരം ആയപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ചായക്ക് ഞാൻ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പരിപ്പ് വട അല്ലായിരുന്നു കേട്ടോ, ഉള്ളിവട ഉണ്ടാക്കിയത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണമല്ലോ. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കും കേട്ടോ. മാക്സിമം ഞാൻ തന്നെ ഉണ്ടാക്കും, പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല. എല്ലാവരും കൂടി പുറത്ത് പോകുമ്പോൾ മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. മാക്സിമം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വരുമ്പോൾ കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ മാക്സിമം ഉണ്ടാക്കാനാണ് ശ്രമിക്കാറ്. മോൾക്കും അതാണല്ലോ നല്ലത്. അല്ലെങ്കിൽ അവൾ പുറത്തുനിന്ന് കഴിച്ചാൽ അത് തന്നെ ശീലമാവല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ അവൾക്ക് വേണ്ടതൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും കേട്ടോ മാക്സിമം. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.